ശ്യാം, നവനീതും നവമിയും ഒക്കെ എന്താണ് പറയുന്നത്? ഈ അടുത്തുള്ള ജനങ്ങൾ, പരിസരവാസികളൊക്കെ അങ്ങോട്ടേക്ക് ആശ്വസിപ്പിക്കാനായി എത്തിയിട്ടുണ്ടോ? എന്തു പറയുന്നു എന്ന് ചോദിച്ചത് അവരോട് പ്രതികരണം തേടുക എന്ന അർത്ഥത്തിലല്ല, ആ അവസ്ഥ എങ്ങനെയാണ് എന്നതാണ്. കാരണം അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ആ വേദന കൃത്യമായി മനസ്സിലാവുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേർ എത്തുന്നുണ്ടോ എന്നാണ് അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ നമ്മുടെ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മോളുടെ എന്നായിരുന്നു സർജറി പറഞ്ഞിരുന്നത്? സർജറി 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. 3 ആഴ്ചയ്ക്ക് മുന്നേ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ 1-ാം തീയതി ഇവിടെ നിന്ന് പോകുന്നതായിരുന്നു. പോയി ഇന്നലെ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് രാവിലെ ഡോക്ടർ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെല്ലാം കൊടുത്ത്, അപ്പം താഴെ അണ്ണൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അണ്ണൻ്റെ കയ്യിലെല്ലാം കൊടുത്തിട്ട് അണ്ണൻ ലാബിൽ പോയിട്ട് വരുന്ന വഴി പുള്ളി ബാത്റൂമിനകത്ത് കയറി ബാത്റൂമിൽ എന്തോ മുഖം എന്തോ ചെയ്ത കൂട്ടത്തിൽ ആയി. പിന്നെ 2 മണിക്കൂർ ആയിട്ടും അമ്മയെ കാണുന്നില്ലെന്നും പറഞ്ഞ് മോള് അച്ഛനെ വിളിച്ച് പറയുമ്പോഴാണ് അച്ഛൻ അറിയുന്നത്. അപ്പോഴവിടെ ഭയങ്കര ബഹളവും അതും ഇതുമൊക്കെ. അപ്പോഴത്തേക്ക് 2-3 മണിക്കൂറായി. അപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ നേരത്തെ ഒരു രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും നടത്തിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. നമുക്ക് കിട്ടിപ്പോയേനെ. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ. എൻ്റെ എൻ്റെ അണ്ണനും ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ നാത്തൂനും 300 രൂപ വെറും രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 8 മണിയാവും വരാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പ്രായമായ അമ്മയുണ്ട്, എൻ്റെ അണ്ണനുണ്ട്, 2 കൊച്ചുങ്ങളുണ്ട്. അവരെല്ലാം പഠിത്തം എല്ലാ ബാധ്യതയും കടവും ലോണും എല്ലാം വാങ്ങിച്ച പഠിപ്പിക്കുന്നത്. ഇനിയിപ്പം മോഡയോ സർജറിയുടെ കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേ ഒത്തിരി പൈസയാവും. അപ്പം അതുകൊണ്ട് ഇനി ഇത്ര അവർക്ക്, എൻ്റെ അണ്ണന് ഭാര്യ നഷ്ടപ്പെട്ടു, ഇനിയെങ്കിലും കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും കാര്യങ്ങളോ ഈ കടങ്ങൾ എന്തെങ്കിലും ഒന്ന് തീർക്കാനോ എന്തെങ്കിലും ചെയ്യണമെന്ന്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ അതെന്തെങ്കിലും ഏറ്റെടുത്ത് അവർക്കത് കൊടുത്തിരിക്കണം. അത്രയേ ഉള്ളൂ നമുക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ബന്ധുക്കളൊക്കെ എൻ്റെ ഏറ്റവും അപ്പോൾ അവന് ഏതെങ്കിലും തരത്തിൽ ജോലി സർക്കാർ കൊടുക്കണം. പിന്നെ ഈ നഷ്ടപരിഹാരങ്ങളൊക്കെ സർക്കാർ ചെയ്യണം. അതേ നമുക്ക് പറയാനുള്ളൂ. അത് പോയത് നഷ്ടപ്പെട്ടത് പോയത് ഇനി വരാൻ പോകുന്നില്ല. എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട്. ഞങ്ങളെ ബന്ധുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്താൽ ചെലവ് വേണ്ടി വരും. 4 ലക്ഷം രൂപ വേണ്ടി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പോയത് പ്രൈവറ്റായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ സ്ഥിതി ഇങ്ങനെയായി. ഇനിയിപ്പം ഇതവർ ചെയ്യണം. ഇതിൻ്റെ ചികിത്സ അവർ ഏറ്റെടുത്ത് അവർ ചെയ്യണം. പിന്നെ ആ കുഞ്ഞിനെ അവനെന്തെങ്കിലും ഒരു ജോലി